ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 41-10 വാക്യം, ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് നാം വായിക്കുന്നു. ഇവിടെ പകരം ചെയ്യേണ്ടതിന് എന്നൊരു വാക്യമുണ്ട്. എല്ലാവരുടെയും ചിന്ത പകരം ചെയ്യുക എന്ന് വെച്ചാൽ പ്രതികാരം ചെയ്യുക എന്നതാണ്, അല്ലേ? അപ്പോൾ പ്രതികാരം ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരൊരിക്കൽ ഞങ്ങൾ ഏലിയാവ് ചെയ്തതുപോലെ തീയിറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? കർത്താവ് മനുഷ്യൻ്റെ ആത്മാവിനെ എടുക്കാനല്ല വന്നത്, അവന് ജീവൻ കൊടുക്കാനാണ് വന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, നമ്മൾ ഏത് ആത്മാവിന് അധീനരെന്ന്. നമ്മളോട് ദ്രോഹം ചെയ്തവർ കാണുമായിരിക്കാം, നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്തവർ കാണുമായിരിക്കാം. പക്ഷേ ഒരു നാളിൽ കഷ്ടതയിലും വേദനയിലും നമ്മെ സഹായിച്ചവരുമായിരിക്കാം. അവരിടക്കാലം വെച്ച് പിണങ്ങി പ്രശ്നങ്ങളായി മാറി അകന്നു നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്നിൻ്റെ ദിനങ്ങളിൽ അവർ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ക്ഷീണത്തിലും പ്രയാസത്തിലും രോഗക്കിടക്കയിലൊക്കെ ആണെങ്കിൽ നാം എന്ത് ചെയ്യണം? അവർക്ക് പകരം ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ പകരം ചെയ്യുക? അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർ നമുക്കെതിരെ വെല്ലുവിളിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും, അവരുടെ ജീവിതത്തിൽ കഷ്ടതയുടെ വേദനയുടെ താഴ്വാരത്തിൽ കിടക്കുമ്പോൾ, കൂരിരുളിൻ്റെ താഴ്വരയിൽ കിടക്കുമ്പോൾ നാം അവർക്ക് എന്ത് ചെയ്യണം? പകരമായിട്ട് നമ്മളോട് ചെയ്തതിന്, നമുക്ക് തന്നതിന്, നമ്മളെ രക്ഷിച്ചതിന്, നമുക്ക് വേണ്ട കാര്യാദികൾ ഒരുക്കി നമ്മളെ ബലപ്പെടുത്തിയതിന് ഒരു വേള നമ്മളെ സഹായിച്ചിട്ടുള്ളവരായിരിക്കാം. ഒരുപക്ഷെ സഹായം ചെയ്യാത്തവരുമായിരിക്കാം. എങ്കിലും പകരം ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുക. അരിയാണോ, പലവ്യഞ്ജനമാണോ, പച്ചക്കറിയാണോ, അവർക്ക് മരുന്നാണോ, മരുന്ന് മേടിക്കാനുള്ള പണമാണോ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഭാവി, അവരുടെ മറ്റു കാര്യാദികൾ, അവർക്കതിന് നിർവാഹമില്ലാതെ കിടക്കുമ്പോൾ പകരം ചെയ്യേണ്ടതിന്, എനിക്ക് ചെയ്തതായ നന്മയ്ക്കൊത്തവണ്ണം എന്നോട് കാണിച്ച ദ്രോഹത്തിനോ പ്രതികാരമായിട്ടല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ ഞാൻ അവരെ സഹായിപ്പാൻ കടന്നു പോകും. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ കർത്താവെ എനിക്ക് കൃപ തന്ന് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ കൃപ തന്നെ എന്നെ സഹായിക്കണം. അവിടുത്തെ സാമ്പത്തിക നന്മ തന്നെ എന്നെ സഹായിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഗ്രഹപൂർണമായ അനുഭവത്തിലൂടെ എന്നെ കടത്തിവിട്ടു. ഞാൻ സുരക്ഷിതനായും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായും ഇരിക്കുമ്പോൾ ഞാൻ സുഭിക്ഷമായ ആഹാരം ഭക്ഷിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു. ഉയർത്തിയ ഈ വിധം മാന്യത തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുമ്പോൾ, എനിക്കെതിരെ പറയുന്നവരുണ്ട്, എനിക്കെതിരെ വെല്ലുവിളിക്കുന്നവരുണ്ട്. എൻ്റെ പ്രാണസ്നേഹിതൻ പോലും, അതേ എൻ്റെ കൂടെ അപ്പം തിന്നവർ പോലും എനിക്കെതിരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തക്കാരായി, ബന്ധുക്കാരായി, രക്തബന്ധങ്ങളായി, സഭാ സഹോദരന്മാരായി ആരെങ്കിലുമൊക്കെ നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ടാകും. ആ വെല്ലുവിളികളെയെല്ലാം ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ കൃപ തന്നാൽ ഞാൻ എഴുന്നേൽക്കട്ടെ. ആ കൃപ പകരം ചെയ്യേണ്ടതിനാണെങ്കിലും പ്രതികാരം ചെയ്യാനല്ല. എനിക്ക് നീ നന്മ തരുമ്പോൾ, എനിക്ക് നീ ആയുസ്സ് തരുന്നതും, എനിക്ക് നീ ആരോഗ്യം തരുന്നതും എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമാകാനാണ്. അപ്പം മഹത്വമായത് ചെയ്യുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പോൾ കൃപയാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കൃപയാൽ നാം സുരക്ഷിതരാണ് കേട്ടോ. ദൈവസന്നിധിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അത് മറക്കരുത്. സ്തോത്രം ചെയ്തുകൊണ്ട് ഈ സങ്കീർത്തനത്തിനുടനീളം ആരംഭത്തിലും ഒക്കെ നമുക്ക് വായിപ്പാൻ കഴിയുന്നതൊക്കെ നമുക്കെതിരെ വെല്ലുവിളിച്ചവരുടെ ആലോചനകളാണെങ്കിലും ദൈവസന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പകരം ചെയ്യേണ്ടതിന് കൃപ തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ആ കൃപ എന്തിനുള്ളതാണെന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ ആലോചനയായി കേട്ട ദൂതും പ്രകാരം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മഹാദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് എഴുന്നേൽക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കൃപ തന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന
അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.